എല്ലാവർക്കും AZB അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഭൂമിശാസ്ത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളോട് കൂടിയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജോഗ്രഫിയുടെ ഏതാണ്ട് 20ഓളം ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ഈ ഏറ്റവും റീസെൻ്റ്ലി PSC ചോദിച്ച ചോദ്യങ്ങളെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ചുകൂടി വ്യത്യസ്തങ്ങളായിട്ടുള്ള കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട് കാണും, അല്ലെങ്കിൽ ആ ചോദ്യങ്ങളെയൊക്കെ നിങ്ങളുടേതായ രീതിയിൽ വിശകലനം ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചെയ്യാത്ത ആളുകൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ, ഇപ്പം യൂട്യൂബ് പ്ലേലിസ്റ്റിൽ നമുക്ക് ഭൂമിശാസ്ത്രം ക്ലാസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം കാണാത്ത ആളുകൾ ഈ ക്ലാസ്സിന് ശേഷം എന്ത് ചെയ്യാം, ആ ചോദ്യങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെടുക. അപ്പം നമുക്ക് പരീക്ഷ LD പരീക്ഷ വരാൻ പോവുകയാണ്. മറ്റു പരീക്ഷകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പം PSC എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല സ്കോർ ഈ പരീക്ഷകളിലൊക്കെ നേടാൻ കഴിയുകയുള്ളൂ. ആ രീതിയിൽ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ കൂടി ചോദ്യങ്ങൾ ഓരോ വിഷയത്തിലും PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ കണ്ടെത്തുകയും അത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു ചോദ്യം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓക്കെ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്: ചിമ്മിനി, കോട്ടയം, പീച്ചി, മുത്തങ്ങ. ഓക്കെ, അപ്പം ഇതിൽ ചോദ്യം എന്താണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു അല്ലേ? കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓക്കെ, അപ്പം ഫോറസ്റ്റുമായി ബന്ധപ്പെടുത്തി നമുക്ക് 2 പേരുകൾ അറിയാം: ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി, അതേപോലെ തന്നെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ, ഇന്ത്യൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതേപോലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമിയും. ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂണിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമിയും അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ, ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഡെറാഡൂൺ ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ഇവിടെ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യമാണ്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, പീച്ചിയാണ് അല്ലേ. പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം പീച്ചി ഏത് ജില്ലയിലാണ് പീച്ചി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്? നിങ്ങൾക്കറിയാമോ? തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലാണ് പീച്ചി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, തൃശ്ശൂർ ജില്ലയാണ്. ആ കാര്യം എന്ത് ചെയ്യുക, പീച്ചി എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതേപോലെ തന്നെ പീച്ചി വാഴാനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയും എവിടെയാണ്? പീച്ചിയിലാണ് കേട്ടോ. ഓക്കെ, പീച്ചി വാഴാനി വൈൽഡ് ലൈഫ് സാങ്ച്വറി, വന്യജീവി സങ്കേതവും എവിടെയാണ്? പീച്ചിയിലാണ്. പീച്ചി നമുക്ക് പ്രശസ്തമായത് ഏത് പേരിലാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പീച്ചിയാണ്. അപ്പം പീച്ചിയുമായി ബന്ധപ്പെടുത്തിയുള്ള ഏതൊക്കെ ആംഗിളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? പീച്ചി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ ജില്ലയിലാണ്. പീച്ചി വാഴാനി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഈ 3 കാര്യങ്ങളും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കേണ്ട മറ്റൊരു 2 വസ്തുതകളുണ്ട്. അതായത് ഒന്നാമത്തേത്, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡെറാഡൂണിലാണ്. അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ പഠിച്ചു വെക്കുക. കൃത്യമാണല്ലോ ഞാൻ പറഞ്ഞ കാര്യം? ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ. അപ്പം PSCയുടെ ഒരു പുതിയ കാലത്തെ പരീക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അതായത് ഈ നേരത്തെ UPSC ചോദ്യപേപ്പറുകളിലൊക്കെ കാണാറുണ്ടായിരുന്നു. സംസ്ഥാനങ്ങൾ
അപ്പം അതിർത്തി ഏതൊക്കെ സംസ്ഥാനങ്ങളും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് തരും. അല്ലെ, ഫോർ എക്സാമ്പിൾ കർണാടക അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ 4 ഓപ്ഷൻ തരും. ആ രീതിയിലുള്ള ചോദ്യമാണ്. ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി എക്സ്ട്രീം ലെവലിൽ ചിലപ്പോൾ തെലങ്കാന അല്ലെങ്കിൽ മധ്യപ്രദേശ് അതിർത്തി പങ്കിടുന്ന ജില്ലകളൊക്കെ ചോദിക്കാം. ഇനിയുള്ള പരീക്ഷകളിൽ ആ രീതിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാപ്പ് റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. ഓക്കെ, ഇതും ഒരു മാപ്പ് റീഡിങ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ മാപ്പ് കൃത്യമായിട്ട് അറിയാവുന്ന ആർക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പോൾ കേരളത്തിൻ്റെ മാപ്പ് നമ്മളുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യം ഉത്തരം കണ്ടെത്താൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി പഠിച്ച സമയത്ത് ഇന്ത്യയുടെ ഒരു മാപ്പിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ചോദ്യം എന്താണ്? കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ്. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ. ഓക്കെ, നമുക്കിവിടെ കേരളത്തിൻ്റെ ഒരു മാപ്പുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും കർണാടകയുമായിട്ട് കാസർഗോഡ് ഇതാണ് കർണാടകയുമായി അതിർത്തി. ഈ ഒരു ഏരിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെ ജില്ലകളുണ്ട്? ഒന്ന് കാസർഗോഡ് കർണാടകയുമായി അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. മറ്റൊരു ജില്ല കണ്ണൂർ ദെൻ വയനാടാണ്. ഓക്കെ, കാസർഗോഡ്, കണ്ണൂർ, വയനാട് ഈ 3 ജില്ലകളാണ് കർണാടകയുമായി അതിർത്തി പങ്കുവെക്കുന്നത്. ഇനി തമിഴ്നാട് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ താഴേക്കുള്ള സംസ്ഥാനങ്ങളായിട്ടുള്ള മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ഈ ജില്ലകളൊക്കെ തമിഴ്നാടുമായി അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്? കർണാടകയുമായി അതിർത്തി പങ്കുവെക്കുന്ന ജില്ലകളാണ്. നമുക്കറിയാം കാസർഗോഡുണ്ട്, കണ്ണൂറുണ്ട്, വയനാടുണ്ട്. ഈ 3 ജില്ലകൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയില്ലേ? അല്ലേ? കർണാടകയുമായിട്ട് കണ്ണൂറുണ്ട്. അപ്പോൾ കണ്ണൂർ 1 ശരിയാണ്. അതേപോലെ 2 കാസർഗോഡ് ശരിയാണ്. തൃശ്ശൂരുണ്ടോ? തൃശ്ശൂർ പങ്കുവെക്കുന്നില്ല. തൃശ്ശൂർ തമിഴ്നാടുമായിട്ടാണ് അതിർത്തി പങ്കുവെക്കുന്നത്. പാലക്കാടും തമിഴ്നാടുമായിട്ടാണ് അതിർത്തി പങ്കുവെക്കുന്നത്. ഇവിടെ 1ഉം 2ഉം ഓപ്ഷനുകളിൽ ഏതാണ്? യെസ്, ഓപ്ഷൻ എ ആണ്. കണ്ടോ? ഇത്തരത്തിൽ കേരളത്തിൻ്റെ മാപ്പ് കൃത്യമായിട്ട് അറിയുന്ന ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അനായാസം ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. പാലക്കാട്, തൃശ്ശൂർ ഈ മാപ്പ് കൃത്യമായിട്ട് അറിയാത്ത ആളുകൾ പാലക്കാടും തൃശ്ശൂരും ഒക്കെ നമ്മളെ ചിലപ്പം കൺഫ്യൂസ് ആക്കും. അല്ലേ? അടുത്തടുത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. അല്ലേ? ജില്ലകളാണ്. കാസർഗോഡ്, കണ്ണൂർ, പിന്നീട് കോഴിക്കോടിന് തൊട്ട് താഴെ തൃശ്ശൂരും പാലക്കാടും ഒക്കെ ഉണ്ട്. അപ്പം കൺഫ്യൂസ്ഡ് ആവും. ശരിയാണ്. പക്ഷേ ഈ ഒരു മാപ്പ് മനസ്സിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഉത്തരം കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ ഓർത്ത് വെക്കുക, കർണാടകയുമായി അതിർത്തി പങ്കുവെക്കുന്ന കേരളത്തിലെ ജില്ലകൾ വയനാട്, കണ്ണൂർ, കാസർഗോഡ് 3 ജില്ലകളാണ് കർണാടകയുമായി അതിർത്തി പങ്കുവെക്കുന്നത്. കൃത്യമാണല്ലോ ഞാൻ പറഞ്ഞ കാര്യം? ആർക്കും സംശയമില്ലല്ലോ. ഇനി തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നത് ചിലപ്പോൾ അടുത്ത ചോദ്യപേപ്പറിൽ നമുക്ക് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്ന ജില്ലകളായിരിക്കും ചിലപ്പം ചോദിക്കാം. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം 4 ഓപ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോട്ടയം ഏതായിരിക്കും ഉത്തരം? തമിഴ്നാടുമായിട്ട് കൊല്ലമാണ് അതിർത്തി പങ്കുവെക്കുന്നത്. അപ്പം ഈ ഒരു ജില്ലകളും എന്ത് ചെയ്യുക? ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. തമിഴ്നാടുമായിട്ട് വയനാടുണ്ട് കേട്ടോ. വയനാട് തമിഴ്നാടുമായിട്ടും കർണാടകയുമായിട്ടും അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. ഓക്കെ, നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് ഇത് വയനാട്. ഓക്കെ, അപ്പം തമിഴ്നാടുമായി അതിർത്തി പങ്കുവെക്കുന്ന ജില്ലകൾ വയനാട്, മലപ്പുറം, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, ദെൻ തിരുവനന്തപുരം ഈ ജില്ലകൾ എന്ത് ചെയ്യുക? ഈ ഒരു ചോദ്യത്തോടു കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ LDCയുടെ പുതിയ ബാച്ച് നമ്മുടെ LDC മെയിൻസ് എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ 800 രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഫീച്ചേഴ്സൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക? ഈ ഒരു കോഴ്സിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. പെരിയാർ നദിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അല്ലേ? പെരിയാർ കേരളത്തിൻ്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ്. ഏത്? പെരിയാർ എന്ന് പറയുന്നത്. അല്ലേ? കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിച്ചു കൊണ്ടുപോകുന്ന നദിയൊക്കെയാണ് ഇത് പെരിയാർ നദി. അല്ലേ? പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ചിലപ്പോൾ നമുക്കൊരു ഒരു എക്സാം ഹോളിലുള്ള നമ്മുടെ ഒരു പ്രവണത ഉണ്ട്.
അപ്പം നമുക്കറിയാവുന്ന പേരുകൾ പെരിയാർ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ചു പോയതായിരിക്കും. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ ടോട്ടൽ ലെങ്ത്. ഇളമ്പിലേരി മലകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു പോയതായിരിക്കും. അപ്പോൾ പെരിയാർ എന്നുള്ള പേര് കേൾക്കുമ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ചാടി ഓപ്ഷനിലേക്കാണ് നോക്കുന്നത്. ഇവിടെ ബന്ധമുള്ളതാണോ തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ നോക്കൂല. നമ്മളിവിടെ ഓപ്ഷനിൽ കാണും ഈ നദി പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിക്കുന്നു. ആദ്യത്തെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ശരിയാണ്, ഓപ്ഷൻ എ കുത്തി. നമ്മൾ അടുത്തൊന്നും വായിക്കാൻ നിൽക്കില്ല. കാരണം വിശാലമായ ഡെൽറ്റ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആവശ്യമില്ലല്ലോ, നമുക്ക് ആദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ എന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, എ ശരി ഉത്തരമാണെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് ചെയ്യും. നമുക്ക് പറ്റുന്നൊരു അബദ്ധമാണ്, അത് നമുക്ക് സംഭവിക്കാൻ പാടില്ല. ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് കേട്ടോ, ബന്ധമില്ലാത്ത തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു അല്ലേ. പെരിയാർ നദി വെസ്റ്റേൺ ഘട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഇളമ്പിലേരി കുന്നുകളിൽ നിന്നും. ഇളമ്പിലേരി കുന്നുകളിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത് അല്ലേ. സോറി ഇളമ്പിലേരി കുന്നുകളല്ല, മാറിപ്പോയതാണ് കേട്ടോ. എവിടെ നിന്നാണ്? ശിവഗിരി കുന്നുകളിൽ നിന്നാണ് കേട്ടോ. ശിവഗിരി ഹില്ലിൽ നിന്നുമാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. മാറിപ്പോയതാണ്. ശിവഗിരിയാണ്, ചാലിയാറായി ഞാൻ ഓർത്ത് വെച്ചത്. ശിവഗിരി ഹില്ലിൽ നിന്നുമാണ് പെരിയാർ നദി. ശിവഗിരി ഹില്ലിൽ നിന്നുമാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത് അല്ലേ. പെരിയാർ നദി ഉത്ഭവിക്കുന്നത് ശിവഗിരി കുന്നുകളിൽ നിന്നുമാണ്. വെസ്റ്റേൺ ഘട്ടാണ് കേട്ടോ. അപ്പം പശ്ചിമ ഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് പെരിയാർ നദി. ഒന്നാമത്തെ പ്രസ്താവന എന്താണ് ഇവിടെ? ശരിയാണ്. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. വിശാലമായ ഡെൽറ്റ സമതലം. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് ഈ ചോദ്യം, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് റൗണ്ട് ഇട്ട് വെക്കാം. നമുക്ക് ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഒന്ന് വായിച്ചു നോക്കാം. എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലിൽ പതിക്കുന്നത് അല്ലേ. എറണാകുളത്താണ് അല്ലേ. വേമ്പനാട്ട് കായൽ എന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും. എറണാകുളം വേമ്പനാട്ട് കായലിൽ വെച്ചിട്ടാണ് അറബിക്കടലിലേക്ക് എന്ത് ചെയ്യുന്നത്, പതിക്കുന്നത്. അപ്പം മൂന്നാമത്തെ പ്രസ്താവന അല്ലെങ്കിൽ ഓപ്ഷൻ സി എന്താണ്? ശരിയാണ്. ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളോട് ചോദിച്ചത്. ഈ നാലാമത്തെ എന്താണ്? ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇടമലയാർ പെരിയാറുമായിട്ടാണോ? അല്ല, പെരിയാറിലാണ് അണക്കെട്ട്. ഏതൊക്കെയാണ്? പള്ളിവാസലുണ്ട്, ചെങ്കുളമുണ്ട്, അതേപോലെ തന്നെ നേര്യമംഗലം തുടങ്ങിയ അണക്കെട്ടുകളാണ് എവിടെ ഉള്ളത്? പെരിയാറിലുള്ളത്. ഇടമലയാർ പെരിയാറിൻ്റെ ഭാഗമല്ല എന്നത് എന്ത് ചെയ്യാം, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഒരു സെക്കൻഡേ, ഇടമലയാർ, പള്ളിവാസൽ, അതേപോലെ ചെങ്കുളം, നേര്യമംഗലം ഒക്കെ പെരിയാറിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പം ഈ ഒരു പ്രസ്താവനയും ശരിയാണ്. അപ്പം ഇടമലയാർ, പള്ളിവാസൽ, അതേപോലെ നേര്യമംഗലം, ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയൊക്കെ അണക്കെട്ടുകളൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? പെരിയാറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഓപ്ഷൻ എയും സിയും ഡിയും ഇവിടെ ശരിയാണ്. ഇവിടെ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇവിടെ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നില്ല. അപ്പം പെരിയാർ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നില്ല. അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പം നമുക്കിനി പെരിയാറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് പെരിയാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഇത് പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. എവിടെ നിന്നാണ് സ്പെസിഫിക് ആയിട്ട് പറയുമ്പം ശിവഗിരി ഹിൽസിൽ നിന്നാണ് കേട്ടോ. ശിവഗിരി ഹിൽസിൽ നിന്നുമാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയാണ്? പെരിയാർ നദിയുടെ ലെങ്ത് ചോദിക്കാറുണ്ട്. എത്രയാണ്? 244 കിലോമീറ്ററാണ്. 244 244 കിലോമീറ്ററാണ് പെരിയാർ നദിയുടെ ടോട്ടൽ ലെങ്ത് വരുന്നത്. ഓക്കെ, ഏതൊക്കെ ജില്ലകളിലൂടെയാണ് പെരിയാർ നദി ഒഴുകുന്നത്? ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലൂടെയാണ് പെരിയാർ നദി ഒഴുകുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എറണാകുളം ജില്ലയിൽ വേമ്പനാട്ട് കായലിൽ വെച്ചിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, അറബിക്കടലിലേക്ക് പോകുന്നത്. ഇപ്പം എറണാകുളം ജില്ലയിൽ വേമ്പനാട്ട് കായലിലേക്കാണ് ഇതെന്ത് ചെയ്യുന്നത്, വന്നു ചേരുന്നത്. പിന്നീട് അറബിക്കടലുമായിട്ട് പെരിയാർ നദി ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ.
അപ്പം പെരിയാർ നദിയിലുള്ള പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഇടമലയാറുണ്ട്, പള്ളിവാസലുണ്ട്, ചെങ്കുളമുണ്ട്, നേര്യമംഗലം തുടങ്ങിയ അണക്കെട്ടുകൾ പെരിയാർ നദിയിലാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റു 2 വസ്തുതകളാണ് വന്യജീവി സങ്കേതങ്ങൾ. അതായത് തേക്കടി വന്യജീവി സങ്കേതം പെരിയാർ നദീതീരത്താണ്. അതേപോലെ തന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതവും, എറണാകുളം ജില്ലയിലുള്ള തട്ടേക്കാട് പക്ഷി സങ്കേതവും എവിടെയാണ്, പെരിയാർ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക, ഈ ഒരു പെരിയാർ നദിയുമായി ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യത്തോട് അനുബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് പെരിയാർ നദിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം PSC ഈ പെരിയാർ നദി, ഈ നദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പരീക്ഷകളിലൊക്കെ നദികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പം പെരിയാർ നദി കേരളത്തിൻ്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചോദ്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ നദി വിശാലമായിട്ട് ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നില്ല എന്ന കാര്യം എന്ത് ചെയ്യണം, ഇവിടെ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫാക്റ്റുകൾ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്, തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡിയാണ് കേട്ടോ. ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്താനാണ്. ഓക്കെ, അപ്പോൾ പള്ളിവാസൽ നമ്മൾ പഠിച്ചു. പെരിയാർ നദിയുടെ ഒരു ജലവൈദ്യുത പദ്ധതിയാണ് ഇത്, പള്ളിവാസൽ. ഓക്കെ, പെരിയാർ നദി ഇടുക്കിയിലും എറണാകുളം ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. ഇപ്പോൾ ഇത് ശരിയല്ലേ, പള്ളിവാസലും ഇടുക്കിയും ശരിയാണ്. കുറ്റ്യാടി കോഴിക്കോട് ജില്ലയിലാണ് അല്ലേ, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി എവിടെയാണ്, കോഴിക്കോട് ജില്ലയിലാണ്, ശരിയാണ്. കല്ലട നമുക്കറിയാം കൊല്ലം ജില്ലയിലാണ്, കൊല്ലം ജില്ലയിലാണ്. ഇവിടെ ഷോളയാർ എവിടെയാണ്, ഷോളയാർ തെറ്റാണ്. ഷോളയാർ ഡാം എവിടെയാണ്, തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ, തൃശ്ശൂർ ജില്ലയിലാണ് ഷോളയാർ ഡാം. അപ്പം തെറ്റായ ജോഡി ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഉത്തരം, ഷോളയാർ പാലക്കാട് എന്നീ ജോഡി തെറ്റാണ്. പാലക്കാടല്ല വരുന്നത്, എവിടെയാണ്, തൃശ്ശൂരാണ് കേട്ടോ. ഷോളയാർ തൃശ്ശൂരാണ്. ഷോളയാർ നിങ്ങൾ ഓർത്തിരിക്കുക, എവിടെയാണ്, തൃശ്ശൂർ. ഓക്കെ, കൃത്യമാണല്ലോ. വളരെ ഈസി ആയിട്ടുള്ള, കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ചോദ്യമാണിത്. അപ്പം ജലവൈദ്യുത പദ്ധതികൾ നിങ്ങൾ പഠിക്കണം, നദികൾ പഠിക്കണം. ഓക്കെ, അപ്പം ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി ഷോളയാറാണ്. ഷോളയാർ പാലക്കാടും ചേരില്ല. ഷോളയാർ എവിടെയാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. ഇവിടെ പഠിച്ചു വെക്കുക, കല്ലട ജലവൈദ്യുത പദ്ധതി കൊല്ലം ജില്ല, പള്ളിവാസൽ പെരിയാർ ഇടുക്കി ജില്ല, കുറ്റ്യാടി ഡാം എവിടെയാണ്, കോഴിക്കോട് ജില്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്ത വന്യജീവി സങ്കേതം, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അല്ലേ, വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പം ഇടുക്കിയുമായി ബന്ധമില്ലാത്ത വന്യജീവി സങ്കേതം നമുക്കറിയാം, വാർത്തകളിലൊക്കെ നമ്മൾ കേൾക്കാറുള്ള മലബാർ മേഖലയിലുള്ളൊരു വന്യജീവി സങ്കേതമാണ് ഇത്, ആറളം എവിടെയാണ്, കണ്ണൂർ ജില്ലയിലുള്ള വന്യജീവി സങ്കേതമാണ് ഇത് ആറളം. ഇവിടെ ശരി ഉത്തരം ഏതാണ്, D ആണ് കേട്ടോ. അപ്പം ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്ത വന്യജീവി സങ്കേതം ഏതാണ്, ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതം എവിടെയാണ്, കണ്ണൂർ ജില്ലയിലാണ്. ആറളം. ഓക്കെ, കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം കൃത്യമാണല്ലോ. അപ്പം നമുക്ക് നോക്കാം, ഇടുക്കിയിലുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്. ഇടുക്കിയിലുള്ളത് കുറിഞ്ഞിമല, ചിന്നാർ, പെരിയാർ തുടങ്ങിയവയൊക്കെ ഇടുക്കി ജില്ലയിലുള്ള വന്യജീവി സങ്കേതങ്ങളാണ്. ഇവിടെ ആറളം കണ്ണൂർ ജില്ലയിലാണ് എന്നത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. കൃത്യമായല്ലോ, എല്ലാവർക്കും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, അടുത്തത് ഒരു കാണുമ്പം കുറച്ച് കടുകട്ടിയായിട്ടുള്ള ചോദ്യമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ഓപ്ഷനുള്ള ചോദ്യങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് അറിയാവുന്ന ഫാക്റ്റുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ ചോദ്യം എന്താണ്, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളാണ് കേട്ടോ. മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ്. അപ്പം മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിട്ടുണ്ട്. ഇവയിൽ യോജിക്കുന്നവ കണ്ടെത്താനാണ്. അപ്പം മാച്ച് ദി ഫോളോയിങ് ആണ്. ഇപ്പം ബേപ്പൂർ നമുക്കറിയാം, ബേപ്പൂർ കോഴിക്കോടാണ് അല്ലേ, ബേപ്പൂർ കോഴിക്കോടാണ്. ഓക്കെ, മുനമ്പം നമുക്കൊക്കെ അറിയാവുന്നതാണ്, എറണാകുളമാണ് അല്ലേ. മുനമ്പം എവിടെയാണ്, എറണാകുളം. ഓക്കെ, മുനമ്പം എറണാകുളമാണ്. 1ഉം 2ഉം ശരിയാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി കട്ട് ചെയ്യാം, ഓപ്ഷൻ സിയും കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശക്തികുളങ്ങര ആലപ്പുഴയാണോ നമുക്ക് അറിയില്ല. ശക്തികുളങ്ങര നമുക്ക് ഉറപ്പില്ല. തോപ്പുംപടിയും നമുക്ക് ഉറപ്പില്ല. അഴീക്കൽ എവിടെയാണ്? കൊല്ലത്താണ് അല്ലേ? അഴീക്കൽ തുറമുഖം നമ്മൾ കേട്ടതല്ലേ? അഴീക്കൽ വാർത്തകളിലൊക്കെ സ്ഥിരമായിട്ടുണ്ടാവാറുള്ളതാണ്. അഴീക്കൽ എവിടെയാണ്? കൊല്ലമാണ്. അഴീക്കൽ കൊല്ലമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1, 2, 5 ഓപ്ഷനുള്ള ഓപ്ഷൻ ഡി ആണ് കേട്ടോ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ശക്തികുളങ്ങര എവിടെയാണ്? ശക്തികുളങ്ങര ആലപ്പുഴയല്ല, കൊല്ലത്താണ് കേട്ടോ. ശക്തികുളങ്ങര കൊല്ലത്താണ്. അതേപോലെ തന്നെ തോപ്പുംപടി തൃശ്ശൂർ ജില്ലയിലല്ല, കൊച്ചി എറണാകുളം ജില്ലയിലാണ് തോപ്പുംപടി മത്സ്യബന്ധന തുറമുഖം. 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേപ്പൂർ തുറമുഖം കോഴിക്കോടാണ്, മുനമ്പം എറണാകുളമാണ്. ശക്തികുളങ്ങര എന്ന് കേട്ടാൽ എവിടെയാണ്? കൊല്ലമാണ് കേട്ടോ. കൊല്ലം. ശക്തികുളങ്ങര എവിടെ? കൊല്ലമാണ്. തോപ്പുംപടി എവിടെയാണ്? എറണാകുളമാണ് തോപ്പുംപടി. അഴീക്കൽ കൊല്ലത്താണ്. ഓക്കെ, അപ്പം ഈ ഒരു ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം 1, 2, 5 മാച്ച് ദി ഫോളോയിങ് കൃത്യമാണ്. 3, 4 തെറ്റാണ്. ശക്തികുളങ്ങര എവിടെയാണ്? ഒന്നുകൂടി ഓർത്തിരിക്കുക, കൊല്ലത്താണ്. തോപ്പുംപടി എറണാകുളമാണ്. ഓക്കെ, അഴീക്കൽ കൊല്ലത്താണ് എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ മത്സ്യബന്ധന തുറമുഖങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കി പോകണം കേട്ടോ എക്സാമിന് മുന്നേ. അപ്പം ഇത്തരത്തിലുള്ള മാച്ച് ദി ഫോളോയിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. ഈ ഒരു ചോദ്യമാണെങ്കിലും നമുക്ക് 50-50 ചാൻസ് ഉണ്ട് അല്ലേ? അപ്പം എയോ അല്ലെങ്കിൽ ഡിയോ ആണ് നമുക്കറിയാം. അപ്പം അഴീക്കൽ നമ്മൾ കേട്ടതാണ് വാർത്തകളിലൊക്കെ. അഴീക്കൽ തുറമുഖമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അഴീക്കൽ കൊല്ലമാണെന്ന് അറിയാവുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഈ ഒരു ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഇനി നമുക്കറിയാം നേരത്തെ LDCയുടെയും LGSൻ്റെ ഒക്കെ ക്രാഷ് ബാച്ച് നമ്മുടെ ഈ ഒരു AZB പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പം LGS ക്രാഷ് കോഴ്സിന് ഫീസ് വരുന്നത് കേവലം 999 രൂപ മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ട ഗൈഡ്ലൈൻസ് ഒക്കെ നൽകുന്നതാണ്. അപ്പോൾ ഡെയിലി ലൈവ് പ്ലസ് റെക്കോർഡർ ക്ലാസ്സുകൾ ഈ ഒരു LGS ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാവും, PDF നോട്ടുകൾ അവൈലബിൾ ആണ്, വർക്കൗട്ട് സെഷൻസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മെൻറ്റർഷിപ്പാണ് കേട്ടോ. ഒരു ത്രൂ ഔട്ട് ദി കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് ഉണ്ടാകും. അപ്പോൾ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ നിങ്ങളുടെ LGS പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതേപോലെ ടെസ്റ്റ് സീരീസും അതായത് OMR ടെസ്റ്റ് പ്രാക്ടീസ് സെഷനും ഒക്കെ ഈ ഒരു LGS ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് കേവലം 999 രൂപ മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം? താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും മെൻറ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ക്ലിയർ ആക്കി തരും. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്തൊരു ചോദ്യം എന്താണ്? ചോദ്യം പാമ്പാടും ചോല ദേശീയോദ്യാനം നാഷണൽ പാർക്സ് ആണ് അല്ലേ? നമ്മളെ ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണ്? നമ്മളുടെ കേരളത്തിലുള്ള ദേശീയോദ്യാനങ്ങൾ ഇരവികുളമുണ്ട്, പാമ്പാടും ചോലയുണ്ട്, മതികെട്ടാൻ ചോലയുണ്ട്, അതേപോലെ സൈലൻറ്റ് വാലി അല്ലേ? സൈലൻറ്റ് വാലി, ആനമുടി ചോല. പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ആനമുടി ചോല, സൈലൻറ്റ് വാലി, ഇരവികുളം ഇതൊക്കെ കേരളത്തിലുള്ള ദേശീയോദ്യാനങ്ങളാണ്. ഇതിൽ പാമ്പാടും ചോല ഏത് ജില്ലയിലാണെന്നാണ് ചോദ്യം. ഇതൊരു ഈസി ചോദ്യമാണ്. എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. പാമ്പാടും ചോല എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അപ്പം ഇടുക്കി ജില്ലയിലെ നമുക്കറിയാം പാമ്പാടും ചോല ദേശീയോദ്യാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇത് പാമ്പാടും ചോല ദേശീയോദ്യാനം. ഇത് ഇടുക്കി ജില്ലയിലാണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഏറ്റവും വലിയ ദേശീയോദ്യാനം കേരളത്തിലത്തേതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. അതും ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലായിട്ടാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം എന്ത് ചെയ്യണം? നിങ്ങളൊക്കെ ഓർത്തിരിക്കണം. അപ്പം ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇത് പാമ്പാടും ചോല ദേശീയോദ്യാനം. പിന്നീട് മതികെട്ടാൻ ചോല, ആനമുടി ചോല ഇതൊക്കെ ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. അപ്പം ഇടുക്കി ജില്ലക്ക് വെളിയിലുള്ള ഏക ദേശീയോദ്യാനം ഏതാണ്? ചോദ്യം വന്നിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട്.
ഇടുക്കി ജില്ലയിൽ വെളിയിലുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ് കേട്ടോ. പാലക്കാട്, മലപ്പുറം ജില്ലകളിലായിട്ടാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട്, മലപ്പുറം ജില്ലകളിലായിട്ടാണ്. നീലഗിരി ഹില്ലിലാണ് ഇത് സൈലന്റ് വാലി ദേശീയോദ്യാനം. അത് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ഏക ദേശീയോദ്യാനമാണ് കേരളത്തിലെത്തിയത്. ഏത്? സൈലന്റ് വാലി ദേശീയോദ്യാനം. ബാക്കി 4 ഇടുക്കി ജില്ലയിലാണ്. അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ളത് പാമ്പാടും ചോലയെക്കുറിച്ചാണ്. പാമ്പാടും ചോലയുടെ പ്രത്യേകത ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇരവികുളം ദേശീയോദ്യാനമാണ് കേട്ടോ. ഇരവികുളം ദേശീയോദ്യാനമാണ് ഏറ്റവും വലുത്. ഏറ്റവും ചെറുത് പാമ്പാടും ചോലയാണ്. ഓക്കെ. അപ്പം കേരളത്തിൽ ഇടുക്കി ജില്ലക്ക് പുറത്തുള്ള ഏക ദേശീയോദ്യാനം ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. ഓക്കെ. അടുത്തത്, ഇന്ത്യയുടെ രത്നം എന്ന് മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് മണിപ്പൂരിനാണ് കേട്ടോ. മണിപ്പൂരിനെയാണ് ഇന്ത്യയുടെ രത്നമെന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇപ്പം മണിപ്പൂരിനെയാണ് കേട്ടോ. മണിപ്പൂരാണ്. ഇവിടെ മാറിപ്പോകരുത്. കാശ്മീരൊക്കെ ഓപ്ഷനിലുണ്ട്. കാശ്മീറൊന്നുമല്ല. എവിടെയാണ്? മണിപ്പൂരാണ് കേട്ടോ. മണിപ്പൂരാണ് ഇന്ത്യയുടെ രത്നം. ഓക്കെ. ഈ ഒരു ചോദ്യം നമുക്ക് ഒരു ഫാക്റ്റ് അറിയാവുന്ന ആളുകൾക്ക് ഈസിയാണ്. അല്ലാത്ത ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. നമുക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്താൽ നമ്മുടെ മാർക്കാരും കൊണ്ടുപോവില്ല. അറിയാതെ നമ്മളൊരു ഗസ് ചെയ്തിട്ട് കാശ്മീരോ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശോ ഒക്കെ, കേരളമല്ല എന്ന് നമുക്കറിയാം, ഇന്ത്യയുടെ രത്നം കേരളമല്ല എന്ന് നമുക്കറിയാം. ചിലപ്പോൾ ഹിമാചൽ പ്രദേശ് നമ്മൾ എന്ത് ചെയ്യും? അല്ല എന്ന് നമുക്കറിയാം. ഏകദേശം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കാശ്മീരും മണിപ്പൂരും വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ. അപ്പോൾ കാശ്മീർ ഒന്നും കുത്താൻ പാടില്ല. മണിപ്പൂരാണ് ഇന്ത്യയുടെ രത്നമെന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ PYQ സെഷനിൽ നമ്മൾ പറഞ്ഞൊരു ഒരു ഫാക്റ്റായിരുന്നു. എന്തായിരുന്നു അത്? ദേശീയ ജലപാത 3 അതിപ്പോൾ നീട്ടിയിട്ടുണ്ട്. ഓക്കെ. നേരത്തെ അത് കൊല്ലം മുതൽ കൊട്ടപ്പുറം വരെയായിരുന്നു. മലപ്പുറം ജില്ലയിലെ കൊട്ടപ്പുറം വരെയായിരുന്നു ഈ ദേശീയ ജലപാത 3. പിന്നീട് അത് നീട്ടിയിട്ടുണ്ട്. എവിടെ വരെയാണ്? കോഴിക്കോട് വരെയാണ് അത് നീട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇത് നമ്മൾ പഠിച്ചിരിക്കുക. അപ്പം കൊല്ലം മുതൽ കൊട്ടപ്പുറം വരെ ഉണ്ടായിരുന്ന ദേശീയ ജലപാത 3 2016 നിയമപ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്? അത് കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ 4 ദേശീയ ജലപാതകൾ PSC നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ദേശീയ ജലപാത 1 നമുക്കറിയാം ഗംഗാ നദിയിലാണ് കേട്ടോ, അല്ലേ? അലഹബാദ് മുതൽ എവിടെ വരെയാണ്? അലഹബാദ് മുതൽ ഹാൽദിയ വരെയായിരുന്നു ദേശീയ ജലപാത 1. ദേശീയ ജലപാത 2 എവിടെയായിരുന്നു? ബ്രഹ്മപുത്ര നദിയിലാണ്, അല്ലേ? ബ്രഹ്മപുത്ര നദിയിലാണ് ദേശീയ ജലപാത 2. ദേശീയ ജലപാത 3 എവിടെയാണ്? കോഴിക്കോട് മുതൽ കൊല്ലം വരെ, അല്ലെങ്കിൽ കൊല്ലം ടു കോഴിക്കോട് വരെയാണ് ദേശീയ ജലപാത 3. ദേശീയ ജലപാത 4 കാക്കിനാഡ ടു പുതുച്ചേരിയാണ് കേട്ടോ. ദേശീയ ജലപാത 4 കാക്കിനാഡ ടു പുതുച്ചേരിയാണ്. ഇത് മറക്കരുത്. ദേശീയ ജലപാതകൾ PSC ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പരീക്ഷകളിലായിട്ട് ഈ ചോദ്യം കാണാറുണ്ട്. അപ്പം ഈ 4 എണ്ണം എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. ഇപ്പം കൊല്ലം മുതൽ കൊട്ടപ്പുറം വരെയായിരുന്നു ദേശീയ ജലപാത 3. അതിപ്പം കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട് എന്ന കാര്യവും നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയം? നിലയം എന്നാണ് കേട്ടോ. ഇന്ത്യയിലെ ഭൂതാപ നിലയമാണ് കേട്ടോ, അല്ല എന്നൊന്നല്ല. ഇന്ത്യയിലെ ഭൂതാപ നിലയം ഏത് എന്നതാണ് ചോദ്യം. ഓക്കെ. ഇന്ത്യയിലെ ഭൂതാപ നിലയം എന്ന് പറഞ്ഞാൽ എന്താണ്? ജിയോ തെർമൽ എനർജിയാണ്, അല്ലേ? ഭൂമിയിൽ ഉള്ളിൽ നിന്ന് ഹോട്ട് സ്പ്രിങ്ങിലൂടെ വരുന്ന ചൂട് നീരുറവയെ നമ്മൾ എന്ത് ചെയ്യാണ്? എനർജി സോഴ്സ് ആക്കി മാറ്റുകയാണ്. അതാണ് ഭൂതാപനിലയം എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ താപനിലയങ്ങൾ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകളുണ്ട്, തെർമൽ പവർ പ്ലാന്റുകൾ, കൽക്കരി കത്തിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന തെർമൽ പവർ പ്ലാന്റുകളുണ്ട്, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉണ്ട്, അല്ലേ? ആണവ റിയാക്ടറുകൾ പ്രവർത്തിപ്പിച്ച്. 4മത്തേതാണ് ഇത്? ഭൂതാപനിലയങ്ങൾ, അതായത് ജിയോ തെർമൽ. അപ്പം നമുക്കറിയാം ഭൂമിൻ്റെ ഉള്ളിൽ നല്ല ചുട്ടുപഴുത്ത ലാവ എന്ത് ചെയ്യുന്നുണ്ട്? അതിങ്ങനെ ഭൂമിക്ക് ക്രസ്റ്റിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് വരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ചെറിയ
ചെറിയ ക്രാക്കിലൂടെ ഭൂമിക്കടിയിൽ നിന്ന് നീരുറവ് എന്ത് ചെയ്യാണ്, നല്ല പുറത്തേക്ക് എന്ത് ചെയ്യാണ്, ചൂട് നല്ല ചൂടിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഈ ഒരു ചൂട് നീരുറവയെ ഉപയോഗപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഭൂതാപ നിലയങ്ങൾ. അതായത് ഇംഗ്ലീഷിൽ പറയുക ജിയോ തെർമൽ എനർജി എന്നാണ് ഭൂതാപ നിലയങ്ങൾ. ഇപ്പോൾ ഹോട്ട് സ്പ്രിങ്സ് ആയിട്ടാണ് ഇത് വരുന്നത്. ചൂടുവെള്ളമായിട്ട് എന്ത് ചെയ്യാണ്, ഭൂമിക്കുള്ളിൽ നിന്നും വെള്ളം എന്ത് ചെയ്യാണ്, ഭൂമിക്ക് പുറത്തേക്ക് ക്രസ്റ്റിലേക്ക് എന്ത് ചെയ്യാണ്, അത് വരുന്നുണ്ട്. ഓക്കെ, ഭൂമി ഉള്ളിൽ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചില പ്രദേശങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. ഇപ്പോൾ നമ്മുടെ വെളിയിലുള്ള രാജ്യങ്ങളിൽ, തായ്ലൻഡിലൊക്കെ ഇതൊരു ടൂറിസമാണ്, ഹോട്ട് സ്പ്രിംഗ് ടൂറിസമാണ്. ഇപ്പോൾ നമ്മൾ അത്രത്തോളം വികസിച്ചിട്ടില്ല ഇന്ത്യയിലത്. അപ്പം ഇന്ത്യയിലെ ഭൂതാപ നിലയങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജിയോ തെർമൽ എനർജി ഏതൊക്കെ സ്ഥലങ്ങളിലാണത് ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ തത്തപ്പാനി, നറോറ, പുക, സിംഗ്രോളി. അപ്പം ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ബി ആണ് കേട്ടോ. ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ താത്തപ്പാനിയും പുകയുമാണ് ഇന്ത്യയിലെ ജിയോ തെർമൽ അല്ലെങ്കിൽ ഭൂതാപ നിലയങ്ങൾ വരുന്നത്. ഓക്കെ, ഇപ്പോൾ താത്തപ്പാനി ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാറുണ്ട്, ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാറുണ്ട്. താത്തപ്പാനി ഹിമാചൽ പ്രദേശാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഭൂതാപ നിലയങ്ങൾ പ്രധാനമായിട്ട് ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീർ, ലഡാക്ക് മേഖലകളിലുമാണ് കാണപ്പെടുന്നത്. താത്തപ്പാനി എവിടെയാണ്, ഹിമാചൽ പ്രദേശിലാണ്. പുക എവിടെയാണ്, പുക ജിയോ തെർമൽ എനർജി ലഡാക്കിലാണ് കേട്ടോ, ലഡാക്കാണ്. ഇപ്പോൾ താത്തപ്പാനി ഹിമാചൽ പ്രദേശ്, പുക എവിടെയാണ്, ലഡാക്ക്. അപ്പം ഇന്ത്യയിലെ ഭൂതാപ നിലയങ്ങൾ ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലുമാണ്. അപ്പം നിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ജിയോ തെർമൽ എനർജി ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീരുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നറോറ എന്ന് പറയുന്നത് എന്താണ്, അറ്റോമിക് പവർ സ്റ്റേഷനാണ് കേട്ടോ, അറ്റോമിക് പവർ സ്റ്റേഷനാണ്. ഇതെവിടെയാണ്, നറോറ ഉത്തർപ്രദേശിലാണ്. ഇതും മാച്ച് ദി ഫോളോയിങ് ഒക്കെ ചോദിക്കും. ഇപ്പോൾ സ്റ്റേറ്റ് തരും. നറോറ ഉത്തർപ്രദേശാണ് കേട്ടോ, UP-ലാണ് നറോറ. അറ്റോമിക് എനർജി സ്റ്റേഷൻ എനർജിയാണ് നറോറ സ്റ്റേറ്റാണ്, UP ആണ് കേട്ടോ, UP ആണ്. അടുത്തത് താത്തപ്പാനി നമ്മൾ പറഞ്ഞു ഹിമാചൽ പ്രദേശ്, നറോറ UP ആണ്, പുക ലഡാക്കാണ്. അടുത്തത് സിംഗ്രോളി പവർ സ്റ്റേഷൻ എവിടെയാണ്, UP-യിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ സിംഗ്രോളി കോൾ മൈൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശാണ്. കോൾ മൈൻ ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശാണ്. കോൾ മൈൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, മധ്യപ്രദേശാണ്. സിംഗ്രോളി കോൾ മൈൻ മധ്യപ്രദേശിലാണ്. സിംഗ്രോളി പവർ സ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, ഉത്തർപ്രദേശിലാണ് കേട്ടോ. സിംഗ്രോളി പവർ സ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലാണ്. കോൾ മൈൻ ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശാണ്. ഈ രണ്ട് വ്യത്യാസം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചതെന്താണ്, ഇന്ത്യയിലെ ഭൂതാപ നിലയങ്ങളാണ്. അപ്പോൾ താത്തപ്പാനിയും പുകയുമാണ്. ഓപ്ഷൻ ബി 1ഉം 3ഉം സ്റ്റേറ്റ് ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അപ്പം താത്തപ്പാനി ഹിമാചൽ പ്രദേശിലാണ്, പുക ലഡാക്കിലാണ്. നറോറ എന്ന് പറയുന്ന അറ്റോമിക് പവർ സ്റ്റേഷനാണ്, അത് UP-യിലാണ്. സിംഗ്രോളി കോൾ മൈനാണ്. കോൾ മൈൻ എവിടെയാണ്, മധ്യപ്രദേശിലാണ്. സിംഗ്രോളി പവർ സ്റ്റേഷൻ എവിടെയാണ്, ഉത്തർപ്രദേശിലാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഭൂതാപ നിലയങ്ങൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്തത് താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്. ഓക്കെ, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ പാരൻ്റ് റോക്കും മെറ്റാമോർഫിക് റോക്കും ഉണ്ട്. അപ്പം ഇത് ഇഗ്നിയസ് റോക്കും ഇതെന്താണ്, മെറ്റാമോർഫിക് ആണ്. ഇപ്പം ഗ്രാനൈറ്റ് ഗ്നീസ്, മണൽക്കല്ല് ഷിസ്റ്റ്, ചുണ്ണാമ്പ് കല്ല് മാർബിള്, ഷെയിൽ സ്ലേറ്റ്. ഇത് ഈ ഒരു ചോദ്യം കാണുന്ന സമയത്ത് ഒറ്റനോട്ടത്തിൽ നമുക്ക് ചിലപ്പം കൺഫ്യൂസ്ഡ് ആവും, കുറച്ച് ടൈറ്റ് ചോദ്യമാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു മാപ്പ് SCERT NCERT പാഠപുസ്തകങ്ങളിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഗ്രാനൈറ്റ് അത് മെറ്റാമോർഫിക് റോക്ക് അറിയപ്പെടുന്നത് ഗ്നൈസ് എന്നാണ് കേട്ടോ. ഗ്നൈസ് പ്രഷറിൻ്റെ സമ്മർദ്ദഫലമായിട്ടാണ് ഇത് ഗ്നൈസ് ആയിട്ട് മാറുന്നത്. അപ്പം ഇവിടെ ചോദിച്ചിട്ടുണ്ടോ, ഗ്രാനൈറ്റ് ഗ്നീസാണ് അല്ലേ? ശരിയാണ്. നമുക്ക് ഈ ഒരു ചാർട്ട് ഓർമ്മയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദ്യം ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പം എ ശരിയാണ്. ഇവിടെ തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ, തെറ്റായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. എ ശരിയാണ്. ഇനി
മണൽക്കല്ല് എന്ന് പറയുമ്പോൾ എന്താണ്? സാൻഡ്സ്റ്റോൺ ആണ് അല്ലേ? സാൻഡ്സ്റ്റോൺ മണൽക്കല്ല്. എന്താണ് അതിൻ്റെ മാറ്റം? ഹീറ്റിൻ്റെ ഭാഗമായിട്ട് അത് ക്വാർട്സൈറ്റ് ആയിട്ടാണ് മാറുന്നത്, രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഷിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇത് തെറ്റാണ് കേട്ടോ. അപ്പം ഷിസ്റ്റ് അല്ല, എന്താണ്? മണൽക്കല്ല് ഹീറ്റിൻ്റെ ഭാഗമായിട്ട് ക്വാർട്സൈറ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പം ബി തെറ്റാണ്. അപ്പോൾ നമുക്കിവിടെ ഉത്തരത്തിലേക്ക് എത്തിയല്ലോ. ഇപ്പോൾ തെറ്റായി പൊരുത്തപ്പെട്ടത് മണൽക്കല്ലാണ്. മണൽക്കല്ലിന് ശരിയായ ഉത്തരം ക്വാർട്സൈറ്റ് ആയിരുന്നു. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഷിസ്റ്റാണ്. അടുത്ത നമുക്ക് നോക്കാം ചുണ്ണാമ്പുകല്ല്. ചുണ്ണാമ്പുകല്ല് നമുക്ക് ഇവിടെ കാണാം ലൈംസ്റ്റോൺ മാർബിൾ ആകുന്നുണ്ട്. അതേപോലെ തന്നെ ഷെയിൽ ഇവിടെ കാണാം സ്ലേറ്റ് ആണ് കേട്ടോ. ഷെയിൽ ഇവിടെ മെറ്റാമോർഫിസം സംഭവിക്കുമ്പോൾ അത് സ്ലേറ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പം ഈ ഒരു ചാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് മുന്നേ ഒന്ന് നോക്കി വെക്കണം. ഇവിടെ നിന്ന് PSC ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം കൺഫ്യൂസ്ഡ് ആക്കും നമ്മളെ. നമ്മൾ ഓർഡറിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു കോഡ് ഭാഷയിലൊക്കെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വെക്കണം. ഗ്രാനൈറ്റ് ജിയും ആണ് നെയ്സ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. ഇപ്പോൾ ഷെയിൽ സ്ലേറ്റ് എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഷെയിൽ സ്ലേറ്റ് ഒരു വൈബിൽ വരുന്നതല്ലേ. സാൻഡ്സ്റ്റോൺ ക്വാർട്സൈറ്റ് ആണ്. ലൈംസ്റ്റോൺ മാർബിളാണ്. കോൾ എന്താവുന്നുണ്ട്? ഗ്രാഫൈറ്റ് ആണ് കേട്ടോ. കോൾ എന്താവുന്നു? ഗ്രാഫൈറ്റ് ആണ് ആവുന്നത്. കോളിൻ്റെ രൂപാന്തരപ്പെട്ട ഒരു റോക്കാണ് ഇത് ഗ്രാഫൈറ്റ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി ഏതാണ്? മണൽക്കല്ലും ഷിസ്റ്റുമാണ്. ഇവിടെ ഷിസ്റ്റിന് പകരം ക്വാർട്സൈറ്റ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. കൃത്യമാണല്ലോ. അപ്പം ഇതൊക്കെ ഈസിയാണ്. ഇതൊക്കെ സൊല്യൂഷൻ നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ ഉണ്ട്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് പാഠപുസ്തകമാണ്. പാഠപുസ്തകം തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 10ാം തരം ലെവൽ അല്ലെങ്കിൽ +2 ലെവലുള്ള ഏതൊരു പരീക്ഷാ ചോദ്യങ്ങളിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ണും പൂട്ടിയിട്ട് ഉത്തരത്തിലേക്ക് എത്താം. ഡിഗ്രി ലെവലാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടായിരിക്കും വരിക. അപ്പോൾ നമ്മളൊന്നുകൂടി വായിച്ച് നമ്മൾ ആ കൺസെപ്റ്റ് നമുക്ക് ഓക്കെ ആണെങ്കിൽ അത് നമുക്ക് നമ്മളെ തെറ്റിക്കാൻ PSCക്ക് കഴിയില്ല. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. അടുത്ത ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം എന്താണ്? ചോദ്യം 2023 രാജസ്ഥാനിലാണ് കേട്ടോ. രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം. ഇപ്പോൾ രാജസ്ഥാനിൽ ഇതൊരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുത്തി വന്ന ചോദ്യമാണ്. ഇത് 2024 ചോദ്യ പേപ്പറിൽ നിന്നാണ് ഈ ചോദ്യം ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ ചോദിച്ചതോ 2023 ഒരു കറണ്ട് അഫയേഴ്സാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം PSC പരീക്ഷകളിൽ നമ്മൾ തൊട്ട് മുന്നത്തെ വർഷം മുതലുള്ള കറണ്ട് അഫയേഴ്സ് നിർബന്ധമായിട്ടും വായിക്കണം. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടാകും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം രാജസ്ഥാനിൽ സോർസൻ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് രാജസ്ഥാനിൽ സ്ഥാപിച്ചിട്ടുള്ളത്. സോർസൻ ആണ് കേട്ടോ. സോർസൻ എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇനി നാൽസരോവർ എവിടെയാണ്? ഗുജറാത്ത് ആണ് കേട്ടോ. നാൽസരോവർ വന്യജീവി സങ്കേതം എവിടെയാണ്? ഗുജറാത്ത് ആണ് കേട്ടോ. നാൽസരോവർ ഓർത്തിരിക്കുക, നാൽസരോവർ ഗുജറാത്താണ്. സോർസൻ രാജസ്ഥാനാണ്. ഗുഗമൽ എവിടെയാണ്? മഹാരാഷ്ട്ര. ഗുഗമൽ മഹാരാഷ്ട്രയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ഇത് ചേരുംപടി ചേർക്കാനൊക്കെ ആയിരിക്കും ചോദ്യം വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വെക്കുക. ഗുഗമൽ ദേശീയോദ്യാനം എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. ദുധ്വ വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ്? ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഈ ദേശീയോദ്യാനങ്ങളും അവ സംസ്ഥാനങ്ങളും ആയിരിക്കും. അപ്പോൾ നമ്മൾ തെറ്റാൻ പാടില്ല. നാൽസരോവർ ഗുജറാത്തിലാണ്. സോർസൻ രാജസ്ഥാനിലാണ്. ഗുഗമൽ ദേശീയോദ്യാനം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ദുധ്വ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഓക്കെ, ദുധ്വ ദേശീയോദ്യാനം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓക്കെ, ഇത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ചിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ്. ഇതിനു മുന്നേയും PSC ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ചോദ്യം എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അതിൻ്റെ ആസ്ഥാനമാണ്. അത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടാണ്. ഓക്കെ, സ്പൈസസ് റിസർച്ചിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പീച്ചി പഠിച്ചിട്ടുണ്ടായിരുന്നു. കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതിൻ്റെ ആസ്ഥാനം. പീച്ചിയാണ്. ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൻ്റെ ആസ്ഥാനം അത് കോഴിക്കോടാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഇടങ്ങളിൽ നമ്മൾ
വന്യജീവികളെ സംരക്ഷിക്കുന്ന ഒരു മാതൃകയാണ് ഇൻസിറ്റു എന്ന് പറയുന്നത്. അപ്പം ആ വന്യജീവികൾ ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് തന്നെ എന്ത് ചെയ്യാണ്, അവർക്ക് ആവാസ വ്യവസ്ഥ ഒരുക്കുക. അവിടെ തന്നെ അവരെ, ഈ ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ അവരുള്ള പ്രദേശത്ത് തന്നെ അവരെന്ത് ചെയ്യുക, സംരക്ഷിക്കുക. ഓക്കെ, ഇൻസിറ്റുവിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് എക്സിറ്റു. ഓപ്പോസിറ്റാണ് എക്സിറ്റു. അതായത് ഒരു സ്ഥലത്ത് നിന്നും പറിച്ച് മറ്റൊരു സ്ഥലത്ത് അവരെ സംരക്ഷിക്കുന്നതിനെയാണ് എക്സിറ്റു എന്ന് പറയുന്നത്. ഇൻസിറ്റു കൺസർവേഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഒക്കെ എക്സിറ്റുവിൻ്റെ ഉദാഹരണങ്ങളാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻസ്. ഇപ്പോൾ ഇൻസിറ്റുവിൻ്റെ ഉദാഹരണം ഇവിടെ കമ്മ്യൂണിറ്റി റിസർവുകൾ ഇതൊരു ഉദാഹരണമാണ്. ഇൻസിറ്റു കൺസർവേഷനാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. വന്യജീവി സങ്കേതങ്ങൾ, വന്യജീവികളെ ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് തന്നെയാണല്ലോ ഈ സങ്കേതങ്ങളുള്ളത്. അല്ലാതെ അവിടെ നിന്ന് സൂ നോക്കുന്ന സമയത്ത് എക്സിറ്റു ആണ്. മൃഗശാല എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രദേശത്ത് നമ്മൾ ഒരു മൃഗശാല സ്ഥാപിക്കുകയാണ് അല്ലേ. അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളൊരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, കടുവയും പുലിയും ആനയും ചീറ്റയും ജിറാഫിനെയും സിംഹത്തെയും ഒക്കെ എന്ത് ചെയ്യാണ്, അവിടെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ് അല്ലേ, നമുക്ക് വിനോദസഞ്ചാരത്തിനും മറ്റുമൊക്കെ വേണ്ടിയിട്ട്. അപ്പം സൂ എന്ന് പറയുന്നത് എക്സിറ്റു കൺസർവേഷനാണ്, ഇൻസിറ്റുവിൽ വരുന്നതല്ല. ഇവിടെ ജീൻ ബാങ്കുകൾ എന്താണ്, ആളുകളുടെ ജീനുകൾ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, അത് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങളാണ് അല്ലേ. അപ്പോൾ അത് ഇൻസിറ്റു ആയിരിക്കുമോ? അല്ല, അത് എക്സിറ്റു ആണ്. അപ്പം എക്സിറ്റു കൺസർവേഷൻ ആണ് ജീൻ ബാങ്കുകൾ. ഇവിടെ ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ചോദിച്ചപ്പോൾ നമുക്ക് ഉത്തരം എന്താണ്, ജീൻ ബാങ്കുകളാണ്. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ജീവികളെയും അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ വെച്ച് തന്നെ സംരക്ഷിക്കുക, അതേ പ്രദേശത്ത് തന്നെ അവരെ സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റു. അതിന് ഉദാഹരണങ്ങളാണ് നാഷണൽ പാർക്ക്, ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്, കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇതൊക്കെ ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടുന്നതാണ്. എക്സിറ്റു കൺസർവേഷനാണ് ഇത് ജീൻ ബാങ്കുകൾ, സൂ, മൃഗശാലയൊക്കെ എന്ത് ചെയ്യാണ്, എക്സിറ്റു കൺസർവേഷനാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ, അപ്പം നമ്മൾ ഊട്ടിയിലൊക്കെ നമുക്ക് പോകുമ്പോൾ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ എന്താണ്, പലതരം ചെടികളെയും ഈ ഫ്ലോറകളൊക്കെ എന്ത് ചെയ്യാണ്, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും അവിടെ കൊണ്ടുവന്ന് അവിടെ വളർത്തുന്നതിനാണ് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. അതൊക്കെ എക്സിറ്റു കൺസർവേഷനാണ്. ജീൻ ബാങ്കുകൾ, സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെ എക്സിറ്റു കൺസർവേഷനാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കണം. ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ്, എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ലൈറ്റിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ പെട്ടി മടക്കി അവിടെ വെക്കും, ഇത് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള നിലക്ക് അല്ലേ. അപ്പോൾ ചോദ്യം കാണുമ്പോൾ തന്നെ 2 മിനിറ്റ് പോയി എന്നായിരിക്കും നമ്മൾ ആലോചിക്കാം. അപ്പോൾ നമ്മൾ വായിക്കാതെ എന്ത് ചെയ്യും, അടുത്ത ചോദ്യത്തിലേക്ക് സ്കിപ്പ് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഭൂമിയുടെ അന്തരീക്ഷ പാളികളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും താഴെ തട്ടിലുള്ള പാളി ട്രോപ്പോസ്ഫിയർ ആണ്, അതിൻ്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, അതിൻ്റെ മുകളിൽ മിസോസ്ഫിയർ ആണ് കേട്ടോ. മിസോസ്ഫിയറിനെ കുറിച്ചുള്ള ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ട്രോപ്പോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ താപനില കുറയുന്നു. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. കാലാവസ്ഥാപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. 15 മുതൽ 50 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ ഉള്ളത്. 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ അപ് ടു 80 കിലോമീറ്റർ ഹൈറ്റിലാണ് മിസോസ്ഫിയർ ഉള്ളത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് മിസോസ്ഫിയറിൻ്റെ സവിശേഷതയാണ്. മിസോസ്ഫിയർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞപ്പോൾ കർമാൻ ലെയർ മിസോസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അന്തരീക്ഷത്തിൽ നിന്നും ഭൂമിക്ക് വെളിയിൽ നിന്നും വരുന്ന ഉൽക്കകളൊക്കെ മിസോസ്ഫിയറിലെത്തുമ്പോൾ മിസോസ്ഫിയറിലെ ഫ്രിക്ഷൻ കാരണം കത്തിയാൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കർമാൻ ലെയർ എന്നറിയപ്പെടുന്നത്. അപ്പം മിസോസ്ഫിയറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ മിസോസ്ഫിയറിൻ്റെ ശരിയായ സവിശേഷതകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം. വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണ് മിസോസ്ഫിയർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് അല്ലേ. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. കണികളുടെ സാന്നിധ്യമാണ് കേട്ടോ ചോദിച്ചത്. അയോണോസ്ഫിയറിലാണ് ഇത് കൂടുതലുള്ളത്. എക്സോസ്ഫിയർ, അയോണോസ്ഫിയർ മിസോസ്ഫിയറിൻ്റെ മുകളിലുള്ള പാളിയാണ്. മിസോസ്ഫിയറിൽ അതിൻ്റെ സവിശേഷതയുണ്ട്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ഏറ്റവും അപകടകാരിയായ അൾട്രാ വയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ ഒരു രക്ഷാ കവചമായി വർത്തിക്കുന്ന ഓസോൺ പാളിയിലാണ്.
അത് മിസോസ്ഫിയറിലാണെന്നാണ് പറയുന്നത്. തെറ്റാണ് അല്ലേ. ഓസോൺ പാളി എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ, അന്തരീക്ഷത്തിന് രണ്ടാമത്തെ പാളി. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് രണ്ടാമത്തെ പാളിയായിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന ഇവിടെ തെറ്റാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണെങ്കിൽ ബിയും ഡിയും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് നോക്കാം മൂന്നാമത്തെ പ്രസ്താവന വായിച്ചു നോക്കാം. എന്താണ് മൂന്നാമത്തെ പ്രസ്താവന? ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ പാളിയിലല്ല. എവിടെയാണ്? ട്രോപ്പോസ്ഫിയർ, ഏറ്റവും താഴെയുള്ള പാളിയിലാണ്. ട്രോപ്പോസ്ഫിയറിലാണ് ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അപ്പം 3 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. അപ്പോൾ ചോദ്യം വലുപ്പം കണ്ട് നമ്മൾ പിന്മാറിയ ആളുകൾക്കൊക്കെ ഒരു മാർക്ക് ഇവിടെ നഷ്ടപ്പെടും അല്ലേ. ഇപ്പം ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ് നമുക്കറിയാം. അപ്പോൾ 4 ശരിയാണെന്ന് അറിയുന്ന ആളുകൾക്ക് തന്നെ ഇത് രണ്ടും ഓൾറെഡി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. പിന്നെ എയും സിയും മാത്രമാണുള്ളത് അല്ലേ. അപ്പം നാലാമത്തെ എന്താണ്? ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയിലാണ്. ഓക്കെ, അപ്പം 1ഉം 4ഉം ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 1ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം ശരിക്കും റേഡിയോ തരംഗങ്ങളെ തിരിച്ചയക്കുന്നത് മീസോസ്ഫിയറിൻ്റെ തൊട്ട് മുകളിലുള്ള എക്സോസ്ഫിയറിലാണ് കേട്ടോ. എക്സോസ്ഫിയറിലാണ്. ഓക്കെ, അപ്പം മീസോസ്ഫിയറും അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. 80 കിലോമീറ്റർ വരെ ഹൈറ്റിലാണ്. 50 മുതൽ 80 കിലോമീറ്റർ ഹൈറ്റിലാണ് മീസോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ഒരു ചോദ്യമാണ് കാരക്കോറം, സസ്കർ, പിർപ്പാഞ്ചൽ. കാരക്കോറം, സസ്കർ, പിർപ്പാഞ്ചൽ പർവ്വതനിരകൾ ഏത് ഹിമാലയത്തിലാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ എവിടെയാണ്? നമുക്കറിയാവുന്നതല്ല അത്. എവിടെയാണ്? കാശ്മീർ ഹിമാലയത്തിലാണ് കേട്ടോ. കാരക്കോറം, ലഡാക്ക്, സസ്കർ, ലഡാക്ക്, പിർപ്പാഞ്ചലൊക്കെ പർവ്വതനിരകൾ കാശ്മീർ ഹിമാലയത്തിലാണ്. ഇത് ഹിമാലയ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കിത് കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ കാരക്കോറം, സസ്കർ, പിർപ്പാഞ്ചൽ, ലഡാക്കൊക്കെ എവിടെയാണ്? കാശ്മീർ ഹിമാലയത്തിലാണ്. നമ്മൾ പഠിച്ചു വെക്കണം. അടുത്തത് ചാലിയാർ നദി. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇളമ്പലേരി മലകളിൽ നിന്നുമാണ്. ഓക്കെ, ചാലിയാർ നദി ഇളമ്പിലേരി മലകളിൽ നിന്നും ആണ്. അപ്പോൾ അതൊരു നദികൾ പഠിക്കുന്ന സമയത്ത് ഓരോ നദിയും അത് ഉത്ഭവിക്കുന്ന പ്രദേശം എവിടേക്കാണ് അത് ഒഴുകിപ്പോകുന്നത്, അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഏത് ജില്ലകളിലൂടെയാണ് ഈ നദികൾ ഒഴുകിപ്പോകുന്നത്? അപ്പോൾ കേരളത്തിലാണെങ്കിൽ ഏത് ജില്ലകൾ പഠിക്കണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളാണെങ്കിൽ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പമൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പോൾ കേരള നദികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ചാലിയാർ നദി ഇളമ്പിലേരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുകയാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ചന്ദ്രനിലെ ശിവശക്തി പോയിൻ്റ്. ഇത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ശിവശക്തി പോയിൻ്റ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ വായിക്കണം. ജോഗ്രഫിയിൽ സ്റ്റാറ്റിക് GK നിങ്ങൾക്ക് ചോദ്യം വരും. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ശിവശക്തി പോയിൻ്റ് എന്തുമായി ബന്ധപ്പെട്ടാണ്? ചന്ദ്രയാൻ 3 ഇടിച്ചിറങ്ങിയ ആ ഒരു പ്രദേശമാണ് ശിവശക്തി പോയിൻ്റ് എന്ന പേരിൽ. നരേന്ദ്രമോദി ആണ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഈ ഒരു ശിവശക്തി പോയിൻ്റ് അനൗൺസ് ചെയ്തത്. അത് ഏത് 2 ഗർത്തത്തിനിടയിലാണ്? മാൻസിനസ് സി, സിംപെലിയസ് N എന്നീ ഗർത്തങ്ങൾക്കിടയിലാണ് ശിവശക്തി പോയിൻ്റ് പഠിക്കുമ്പോൾ ചന്ദ്രയാൻ 3യുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുക. അപ്പോൾ നമ്മുടെ പരീക്ഷണ വിജയമായിരുന്നു അല്ലേ. ചന്ദ്രയാനിലെ സൗത്ത് പോളിൽ നമ്മൾ സുരക്ഷിതമായിട്ട് സോഫ്റ്റ് ലാൻഡ് നടത്തിയല്ലേ ചന്ദ്രയാൻ 3. അത് സോഫ്റ്റ് ലാൻഡ് നടത്തിയ പ്രദേശമാണ് മാൻസിനസ് സി, സിംപെലിയസ് N എന്നീ ഗർത്തങ്ങൾക്കിടയിലുള്ള ശിവശക്തി പോയിൻ്റ്. ഇനി നമ്മൾ അവസാനത്തെ ചോദ്യമാണ്. ISRO ഈയിടെ ആയിട്ട് വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഒരു ഉപഗ്രഹമാണ് അല്ലേ, സാറ്റലൈറ്റ് ആണ്, കൃത്രിമോപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഇത് ഏത് വിഭാഗത്തിൽ പെടുന്ന ഉപഗ്രഹമാണ്? ഭൂസ്ഥിര ഉപഗ്രഹം, കാലാവസ്ഥ ഉപഗ്രഹം, ഭൗമ നിരീക്ഷണ ഉപഗ്രഹം, ആശയവിനിമയ ഉപഗ്രഹം. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം കാലാവസ്ഥ ഉപഗ്രഹമാണ് കേട്ടോ. കാലാവസ്ഥ മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് ആണ് ഇത് ഇൻസാറ്റ് 3DS. അത് വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം GSLV F-14 ആണ് കേട്ടോ. GSLV ജിയോ സിങ്ക്രണസ് ലോഞ്ച് വെഹിക്കിളാണ് GSLV. അതിൽ F സീരീസിലെ F-14 വിക്ഷേപണ വാഹനത്തിലാണ് ഇൻസാറ്റ് 3DS വിക്ഷേപിച്ചിട്ടുള്ളത്. അത് ലോഞ്ച് ചെയ്തത്
2024 ഫെബ്രുവരി 17 കേട്ടോ. ഫെബ്രുവരി മാസം 17 ഫെബ്രുവരി 17 ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 17 ലോഞ്ച് ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. വിക്ഷേപണ വാഹനം GSLV F-14 F-14 ഇൻസാറ്റ് 3DS കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ്. വെതർ ഫോർകാസ്റ്റും അതേപോലെ ഡിസാസ്റ്റർ വാർണിംഗുമാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. ഇതൊരു മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് ആണ് എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ ഈ ചോദ്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക, ഓപ്ഷനുകൾ പഠിക്കുക. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഞാൻ ഈ ചോദ്യങ്ങൾ കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പുതിയ തുടക്കക്കാർക്ക് ASLB അക്കാദമി ഇവിടെ ഒരു വർഷം വാലിഡിറ്റി ഉള്ള ഒരു കോഴ്സ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഫീസ് വരുന്നത് 5,999 രൂപയാണ്. താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവിധ സംശയങ്ങളും വെൻഡേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് തരും. അപ്പം നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു വർഷ വാലിഡിറ്റിയുള്ള ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ജോഗ്രഫി ബുദ്ധിമുട്ടേറിയ കടുപ്പുള്ള വിഷയമൊന്നുമല്ല, വളരെ ഈസിയാണ്. ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കൺസെപ്ച്വലി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ക്ലിയർ ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ബൃഹത്തായിട്ടുള്ള കോഴ്സാണ് നമ്മളുടെ നല്ല ഫാക്കൽറ്റീസ്, ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ASLB അക്കാദമിയിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും വരുന്ന PSC ലിസ്റ്റുകളിൽ ഇടം പിടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.